ഈ ക്രിയേറ്റേഴ്സ് ഹുക്ക് യൂസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും, ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പക്ഷേ മീഡിയം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പോരാട്ടോ. നിങ്ങൾ ഇൻഫർമേഷൻസ് അതേപോലെ ഷെയർ ചെയ്യേണ്ട ആൾക്കാരാണ്, അല്ലാണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വ്യൂ ഉണ്ടാക്കേണ്ട ആൾക്കാരല്ല. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ്ട് ഈ പെങ്കൊച്ചൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇവിടെയുള്ള മറുക് ഇവിടെ വന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഇത് നോർമലായിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇടുന്നുണ്ട്, നിങ്ങൾ ആ സെറ്റിങ്സ് ഓഫാക്കി വെച്ചാൽ പോവും, ഈ സെറ്റിങ്സ് ഓഫാക്കി വെച്ചാൽ പോവും. അങ്ങനെയൊന്നും ഓഫാക്കി വെച്ചാൽ ഇത് പോവില്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആണ്. ആ കുട്ടി അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ ആണ്ട് ഇവിടെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നു, അത് ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. എക്സാമ്പിൾ കാണിച്ചു തരാം ഞാൻ. ആണ്ട് ഇതെൻ്റെ ഒരു ചേച്ചിയുടെ ഫോട്ടോ ഞാൻ ജെമിനിയിൽ അപ്ലോഡ് ചെയ്തതാണ്. അതിനകത്ത് അപ്ലോഡ് ചെയ്തപ്പം അവളൊരു കുറി തൊട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ജനറേറ്റ് ആയി വന്ന ഫോട്ടോയിലും ആ കുറി അതേപോലെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് എക്സാക്ട് ബോഡി സ്ട്രക്ചേഴ്സ് വേണം, സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഹെയർ വേണം, ആ ഒരു ബോഡി ലാംഗ്വേജ് വേണം, ഡ്രസ്സ് വേണം, കൈ വേണം. നിങ്ങൾ എന്താണോ പ്രോംപ്റ്റ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ജെമിനൈ അത് ചെയ്തു തരും. ആ കുട്ടിയുടെ ഇവിടെ ഒരു മോള് കണ്ടു, അപ്പോൾ ജെമിനൈ വിചാരിച്ചു ഇവിടെ ഉണ്ടായിരിക്കുമെന്ന്. അത്രേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ഇത്രയും പാനിക് ആവണ്ട. നമ്മുടെ മീഡിയയാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. ഞാനൊരു 15 പോസ്റ്റ് കണ്ടു കേരളത്തിലെ ഒരു 15 മീഡിയ ചാനലിൻ്റെ. അതെല്ലാവരും പറയുന്നത് ജെമിനൈയെ പേടിക്കൂ, ജെമിനൈ അങ്ങനെ ചെയ്യും, ജെമിനൈ ഇങ്ങനെ. എടോ നാണമുണ്ടോ, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കാൻ? ഒന്നുമില്ല, ഒരു മീഡിയ ചാനലല്ലേ. നിങ്ങൾക്ക് റിസർച്ചൊക്കെ ചെയ്യാൻ എന്തോരം ആൾക്കാരുണ്ടായിരിക്കും. എന്നിട്ട് എന്തിനാണ് വെറുതെ ഇങ്ങനെ ആൾക്കാരെ പാനിക്കാക്കിയിട്ട് പേടിപ്പിക്കുന്നത്? അപ്പം എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഈ ജെമിനൈയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അറിയുക, നിങ്ങളുടെ ഡാറ്റ സേഫ് ആണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ. ഇത് അവർ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് അവർ സ്റ്റോർ ചെയ്യില്ല നിങ്ങളുടെ ഡാറ്റയും കാര്യങ്ങളൊന്നും. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാം പോട്ടെ, ഒരു 60% ആപ്ലിക്കേഷൻസും ഗൂഗിളിൻ്റെയാണ്. ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ ഡ്രൈവ്, മെയിൽ, അങ്ങനെ എല്ലാം. അപ്പം ഇങ്ങനെയുള്ള എല്ലാ സാധനവും അവരുടെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡാറ്റ അവരുടെ കയ്യിലുണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ ഡ്രസ്സിനകത്ത് എന്താ സാധനം എന്നൊന്നും അറിയാനുള്ള കഴിവൊന്നും ഏക്കില്ല. നിങ്ങൾ പറഞ്ഞു കൊടുത്താലേ അത് അറിയുള്ളൂ. പിന്നെ അങ്ങനത്തെ ഫോട്ടോസും ഓവറായിട്ട് എന്താ പറയുന്നത്, എക്സ്പോസ് ചെയ്യുന്ന ഫോട്ടോസൊന്നും ജെമിനൈക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. വെറുതെ പാനിക് ആവണ്ട. ഈ കണ്ട ഇൻഫ്ലുവൻസർ പറയുന്ന പോലെ ആ സെറ്റിങ്സ് ഓഫാക്കി വെക്കുക, ഈ മീഡിയ പറയുന്നത് പോലെ അയ്യോ പേടിക്കണേ, ഇങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. സോ ഇതിനെയൊന്നും പറ്റി ഓവറായിട്ട് ബോധേഡാവേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തിടുക. ഇതൊക്കെ കണ്ട് പാനിക്കായിട്ടിരിക്കുകയാണ് പലരും. ഇവിടെ ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ പാനിക്കായതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഓക്കെ, ബൈ.